ഇന്ന് വൈകുന്നേരത്തെ ഒരു കാര്യം കാണിക്കാം കേട്ടോ. ഉണ്ണികളെ കളിക്കാൻ വേണ്ടി ഞാൻ പുറത്തിറക്കിയേ അവന്മാര് വേഗം പഠിക്കലോട്ട് ഓടി. കുറച്ച് സൗണ്ടോടെ കേൾക്കണുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടി നമ്മുടെ പഠിക്കൽ വെള്ളത്തിൽ നോക്കി നിൽക്കുന്നു. അപ്പൊ ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു കേട്ടോ. നോക്കിയപ്പോ എന്താ, ആ ഉണ്ണി മീനെ പിടിക്കണ തിരക്കിലാണ്. അത് നമ്മുടെ ഈ പരിസരത്ത് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പരിസരത്തുള്ള എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഇതുപോലെ കുറച്ച് വെള്ളക്കെട്ടുണ്ടാവും കേട്ടോ. അത് കുറച്ചധികം നാളുകൾക്ക് ശേഷമേ പോവുള്ളൂ. അതുവരെ അതിങ്ങനെ നിൽക്കും. എങ്ങനെ നമ്മൾ നോക്കി കളയാൻ നോക്കിയാലും അതങ്ങനെ നിൽക്കും കേട്ടോ. കെട്ടിക്കിടക്കണ വെള്ളമാണ്, പൊട്ട വെള്ളമാണ്, പക്ഷെ ഇങ്ങനെ കുറേ ദിവസം നിൽക്കും. എന്റെ ഉണ്ണികൾ വേണ്ട കിട്ടിയ ചാൻസ് മുതലാക്കുക കേട്ടോ. അവന്മാര് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. പിന്നെ കുട്ടികളെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് മീനുകൾ വരും കേട്ടോ. കുഞ്ഞു മീനുകളാണ്. അതിനെ തട്ടി പുറത്ത് റോഡിലേക്ക് ഇട്ടിട്ട് അവർ കുപ്പിയിലാക്കി കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഈ കാഴ്ച ഇങ്ങനെ വളരെ രസകരമായിട്ട് നോക്കി നിൽക്കുകയായിരുന്നേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഏട്ടന് ഇതുപോലെ ഇങ്ങനെ അവർ ചെറുപ്പകാലത്ത് ഇതുപോലെ വെള്ളം തട്ടി ഇങ്ങനെ റോഡിൽ, അതായത് മീനെ റോഡിൽ ഇടുമെന്ന് പറയുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വാവ പറയുന്നത് നമ്മൾ വേണുപ്പാപ്പൻ്റെ ഓട്ടോ വിളിച്ചാണ് എന്നും അംഗനവാടിക്ക് പോകുന്നത്. അപ്പോൾ വേണുപ്പാപ്പൻ അത് കഴിയുമ്പോഴത്തേന് വാവ പറയാം ദേ വേണുപ്പാപ്പൻ പോകുന്നത് കേട്ടോ. അതാട്ടോ അവൻ പറഞ്ഞത്. പെട്ടെന്ന് ഞങ്ങൾ അവിടെ ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു വട്ടം മഴയൊക്കെ വന്ന സമയത്തും ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇവന്മാര് കുറച്ചായി കഴിഞ്ഞാൽ പിടിച്ചാൽ നിൽക്കാത്ത പ്രായമായി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം കാണുമ്പോൾ എന്തായാലും അവർ ഇറങ്ങുമെന്ന്. അതാട്ടോ എനിക്ക് വേഗം ഓർമ്മ വന്ന. അങ്ങനെ മീനിനെ നോക്കി നിന്ന സമയത്ത് ദേ ഒരെണ്ണം ഞങ്ങളുടെ കണ്ണി വന്നു പെട്ടു കേട്ടോ. അത് വേഗം തന്നെ അവന്മാര് തട്ടി റോഡിലിട്ടു, അതിനെ പിടിച്ചു കേട്ടോ. പക്ഷെ വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു വന്നപ്പം അതെന്തോ അവർ മാക്രിയാന്നോ തവളയാന്നോ ഒക്കെ ആട്ടോ പറയുന്നത്. അതിന് ശരിയാട്ടോ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു കാലുണ്ട്. അത് മീനല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വേഗം തന്നെ ഞാൻ പറഞ്ഞു എന്നാ അതിനെ വിട്ടേക്ക്, അതിനെ വെള്ളത്തിലേക്ക് തന്നെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് ദേ നമ്മുടെ ഉജ്ജ്വല അതിനെ എടുത്ത് വെള്ളത്തിലോട്ട് വിടുക കേട്ടോ. പിന്നെ കുഞ്ഞുമക്കള് മീനിനെ തേടി അങ്ങടെ ഇങ്ങോട്ടും ഒക്കെ പോയി. എന്റെ മക്കളെ ഇനി നിർത്തിയ പന്തിയില്ലെന്ന് വിചാരിച്ച് ഞാൻ വേഗം കുളിപ്പിക്കാൻ കയറ്റി കേട്ടോ. അപ്പൊ ദേ അവർ ഓടി അവരെ കാണിക്കാനായിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ബൈ പറഞ്ഞിട്ട് പോവാൻ. അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞിട്ട് അവർ ഓടിയിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ.